നമ്മുടെ റേഷൻ അരി കൊണ്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് വിജയിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മൾ റേഷൻ അരി കൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് നമുക്കിന്ന് നോക്കാട്ടോ. അപ്പോൾ അതിന് നമ്മൾ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. അത് നന്നായി കഴുകി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതായത് ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട്. നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഈ അരിയാണ്. ഈ അരിയാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളൊരു കൂട്ടുകൊണ്ടിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീഡിയം സൈസുള്ള ക്യാരറ്റ് കട്ട് ചെയ്തതാണ്. ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചോറ് അടച്ച് വെക്കാതെ തന്നെ വേവിച്ചെടുക്കണം. ഒരു 80% വേവിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നമ്മുടെ ചോറിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഓക്കെ. മാറ്റി വെച്ചാ? ഇല്ലല്ലോ. മാറ്റി വെച്ചു. ഇനി അപ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇതോട് കൂട്ടിയിട്ടൊന്ന് അരച്ച് ഈ പരുവത്തിലാക്കണം നമ്മുടെ സംഭവം. ഓക്കെ. ഇനി നമ്മൾ ഇതൊരു 6 സവാള എടുത്തിട്ടുണ്ട്. എന്ത് സൈസ്? ചെറുതാ വലുതാ? മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചേക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നല്ലപോലെ തിരുമ്മി മയപ്പെടുത്തി എടുക്കണം. പിന്നെ നമുക്ക് ഒരു ചെറിയ വെള്ളമൊക്കെ വരും സവാളിൽ നിന്ന്. അതുപോലെ നമ്മൾ മയപ്പെടുത്തി തിരുമ്മി മാറ്റി വെക്കണം. നന്നായി തിരുമ്മി മാറ്റി വെക്കണം. സവാള എന്തിനാണ്? മുട്ടക്കറിക്കാൻ? ഗ്രേവിക്കാൻ. അപ്പോഴത്തേക്ക് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നമ്മളൊരു നല്ല രീതിയിൽ ഇതിനെ ഒരു ക്രിസ്പി ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയ്ക്ക്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഒരു പരുവത്തിലായിരിക്കും മുട്ട ഉണ്ടാവുക. നമ്മുടെ ഇതുപോലെ വരും. സെറ്റപ്പ് ആണത്. ഇനി നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. എത്രയാണ് ഓയിൽ ഒഴിക്കുന്നത്? 1 കയ്യിൽ ഓയിൽ ഒഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഉരുകണ്ടത് നന്നായിട്ട് ഉരുക്കി പിടിക്കണ്ടേ ഇതിനകത്ത്? ഇതിനകത്ത് ഉരുക്കി പിടിക്കും. അത് കുറച്ച് നേരം കൊണ്ട് തന്നെ ഉരുക്കി പിടിക്കും. നല്ല ചൂടാണ്. പിടിക്കുമല്ലോ നെയ്യല്ലേ? അതെ. അപ്പൊ ശരി. ഇത് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ വറുത്ത് വെച്ച് നേരത്തെ വറുത്തല്ല ഉണക്കി വെച്ച് വെയിലത്തിട്ട് ഉണക്കി വെച്ച സവാളയാണ് ഇട്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടാനാണ്. പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിനകത്തേക്ക്. പഞ്ചസാര എന്തിനാ? അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പൊ ഇത് നമ്മള് വെയിലത്ത് വെച്ച് ഉണക്കിയതായിരുന്നു ഈ സവാള. ഇനി നമ്മൾ ഇത് ഇട്ടത് കിസ്മിഷാണ്. കിസ്മിസ്. സോറി, കിസ്മിസ് അല്ല, കിസ്മിസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായി. അപ്പൊ സവാളയും കിസ്മിസും നമ്മളിട്ട് മാറ്റി വെച്ച് ഇനി അതേ പാനിൽ അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് തിരുമ്പി വെച്ചിട്ട് സവാളയില്ലേ, അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ വഴണ്ട് വരുമ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള മറ്റേ പച്ചമുളക്, വെളുത്തുള്ളി, അതിന്റെ ആ മിശ്രണം അത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് പൊടികളാണ്. എന്ത് പൊടിയാണ്? ആദ്യം ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി ഇടാം. ഓക്കെ. മല്ലിപ്പൊടി കുറച്ച് ഇടും. 2 സ്പൂണ് മല്ലിപ്പൊടി. ഓക്കെ. പിന്നെ 1 സ്പൂണ് മുളക് പൊടി. കാശ്മീരി ആണോ? അല്ല, സാധാരണ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാ. സാധാരണ മുളക് പൊടിയാണ്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. റെഡി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് മുളക് പൊടി കുറച്ച് മതി. നമ്മള് പച്ചമുളക് അരച്ചിട്ടുണ്ടല്ലോ. ഇത് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട മസാല, എഗ് മസാല, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഓക്കെ. കറി ലീവ്സ്. അടിപൊളി. ഇതെന്താ? കുരുമുളക് പൊടി ഉണ്ടാ. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല സൂപ്പർ കുരുമുളക്. പിന്നെ ഒരു ചെറിയ സ്പൂണ് നമ്മൾ വിനീഗറാണ് ഇപ്പൊ യോജിച്ചത്. അത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് യോജിച്ചേക്കണത് അല്ലേ? ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നാലാണ് അത് ശരിക്കും മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് കൂടുള്ളൂ. പിടിക്കട്ടെ. അതിപ്പോ സെറ്റായിട്ടുണ്ട്. അടിപൊളി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഗ്രേവി വേണ്ട ഇതില്. അത് ശരി. സെമി ഡ്രൈ ഒരു പരിവാണ് സംഭവം. അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കേ. ഒന്നുകൂടി മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ വെള്ളം ഒന്നും കൂടി പോകരുത്. നമ്മൾ തക്കാളി ഇട്ടാ. തക്കാളി എത്ര? ഒരു തക്കാളി നമ്മൾ ഈ പരുവത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഈ തക്കാളി ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുട്ടയെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. ഇനി മുട്ട നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഇതിൽ ഈ മസാലയിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ
നമ്മൾ നേരത്തെ ഇതിനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലൈറ്റ് എന്താ പറയുക, സ്ലിറ്റാ എന്തോന്നാണ് ഇംഗ്ലീഷ് പറയാം, അത് അറിയണില്ല. ശരി, എന്തോ നമ്മളിങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മസാല വരഞ്ഞു വെച്ചത് കറക്റ്റ്. അപ്പോൾ ഇത് കറക്റ്റായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. മുട്ടയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കണം. അപ്പോൾ ഒളിപ്പിച്ച് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മുട്ടയിൽ ആ മസാലയൊക്കെ പിടിക്കും. ഇത് പിടിച്ചു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഒരുവിധം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ, ഗ്രേവി റെഡി. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ടത് കേട്ടോ. പിന്നെ ഇത് മസാലക്കൂട്ട് 15 രൂപയുടെ മസാലക്കൂട്ടാണ്. അപ്പൊ അതെ, പൊടിക്കാത്തത്. ഇത് മൊത്തത്തിൽ അങ്ങനെ ഇടുകയാണ് അല്ലെ കുഞ്ഞു ചെയ്ത്? നമ്മളെല്ലാം ഇട്ടു, നമ്മളൊന്നും മാറ്റിയിട്ടില്ല. ആ കൂട്ട് മുഴുവൻ ഇട്ടിട്ടുണ്ട് നമ്മളത്. ഓക്കെ, അത് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ നെയ്യിൽ ഇതൊന്ന് വഴറ്റി എടുക്കണം. ഓക്കെ, ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കളർ വ്യത്യാസം വരും. വഴറ്റിയെടുത്ത് ഓക്കെ, വഴറ്റിയാണ്ടാ അപ്പോൾ നമുക്ക് നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒണിയനില്ലേ, സവാള, അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിടാൻ പാടുള്ളൂ, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഗാർണിഷ് പോലെ ഹോട്ടലിലൊക്കെ ചെയ്യണല്ലേ. ഇത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഭയങ്കര ചൂടിലിട്ട് ഇട്ട് കൊടുക്കരുത്. ചൂടൊന്ന് പതിയെ ആറിയിട്ട് വേണം ചോറിട്ട് കൊടുക്കാൻ. ചോറപ്പം നമ്മള് സംഭവം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഒരു എന്താ പറയാ, ചൂടാറാൻ കുറച്ചൊന്ന് കുറയാൻ വേണ്ടിട്ട് മാറ്റി വെക്കണം എന്നാണ് അതിന് അർത്ഥം. അതെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരി, നന്നായിട്ട്. ചോറ് ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അതിങ്ങനെ ഏകദേശം വിട്ട് കിട്ടണം. നമുക്ക് റേഷനരിയും കൂടി ആവുമ്പോൾ എന്താ പറയാ, ഇപ്രാവശ്യം കിട്ടിയത് നല്ല അടിപൊളി റേഷനരി ആണ്. അതെ, ഇതെന്താണെന്നറിയോ, ഇത് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. മഞ്ഞപ്പൊടി ബിരിയാണിക്ക് ഒരു ചെറിയ കളർ ഉണ്ടാവില്ലേ, യെല്ലോയിഷ് മഞ്ഞ കളർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതങ്ങോട്ട് ചേർത്ത് കൂടെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചത്. അതെ, അത് നമ്മളിപ്പോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില കൂടി അതിന് മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി. ഓക്കെ, അപ്പൊ മാറ്റി വെച്ച ഈ സവാള നമ്മൾ ഇതിൽ ഇട്ടിട്ട് മിക്സ് അടിച്ചത് സംഭവം റെഡി ആയില്ലേ? റെഡിയായി. സംഭവം സൂപ്പർ ആണ്ടാ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ മുട്ട ബിരിയാണി ആയതുകൊണ്ട് മുട്ടക്കറി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ട മസാല. അതെ, അത് ഈ സെറ്റപ്പ്. ഇനി ഇത് അങ്ങോട്ട് ചോറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുട്ട വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചോറ് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് കഴിക്കാം. സലാഡും കൂടി ഉണ്ടാക്കി കഴിഞ്ഞു പറഞ്ഞാൽ നല്ല പിടുത്തം പിടിക്കാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.